തെക്കൻ ചിറ്റൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എറണാകുളം ജില്ലയിലെ കൊച്ചി നഗരത്തിന് ചേർന്ന് കിടക്കുന്ന ചിറ്റൂർ ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം. ചിറ്റൂരപ്പൻ എന്ന നാമത്തിൽ ശ്രീകൃഷ്ണനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പരാമർശിച്ചിട്ടുണ്ട്. ചേരാനെല്ലൂർ ദേശത്തെ നാടുവാഴികളായിരുന്നു കർത്താക്കന്മാർ. അതിലെ കാരണവരായിരുന്നു രാമൻ കർത്താവ്. മുടങ്ങാതെ ഗുരുവായൂരിൽ ക്ഷേത്രദർശനം നടത്തുമായിരുന്നു. കാലക്രമേണ പ്രായം അധികരിച്ച കർത്താവ് ആരാധനക്കായി തൻ്റെ സൗകര്യാർത്ഥം തൻ്റെ ഉടമസ്ഥയിലുള്ള ഭദ്രകാളി ക്ഷേത്രത്തിന് സമീപം കുടിയിരുത്തി. ഗുരുവായൂരപ്പൻ്റെ നിർദ്ദേശമനുസരിച്ച് ഗുരുവായൂർ തന്ത്രിയായ പുഴക്കര ചെന്നാസ മലയിലെ നമ്പൂതിരി അവിടെ എത്തുകയും കർത്താവ് പണി കഴിപ്പിച്ച് ഗുരുവായൂരപ്പൻ്റെ ശിലാവിഗ്രഹം യഥാവിധി പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പ്രതിഷ്ഠാ ചടങ്ങുകൾ എല്ലാം കഴിഞ്ഞപ്പോൾ ധാരാളം സ്വർണ്ണ നാണയങ്ങൾ കർത്താവ് തന്ത്രികൾക്ക് ദക്ഷിണയായി നൽകി. കൂട്ടത്തിൽ ഒരു കാര്യം ചോദിച്ചു. കാലക്രമേണ ഈ ക്ഷേത്രം ഗുരുവായൂരപ്പ ക്ഷേത്രത്തേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ സമാനമായതോ ആയ പ്രസിദ്ധി കൈവരിക്കുമോ എന്നായിരുന്നു ചോദ്യം. എന്നാൽ അതു സാധ്യമല്ലെന്നും അതു കാരണം കർത്താവ് ഒരു സ്വർണ്ണപാത്രത്തിൽ നിറയെ സ്വർണ്ണ നാണയങ്ങൾ തന്ത്രികളുടെ മുമ്പിൽ ചൊരിഞ്ഞാണ് ദക്ഷിണ സമർപ്പിച്ചത്. പാത്രത്തോടുകൂടി ദക്ഷിണ സമർപ്പിച്ചിരുന്നുവെങ്കിൽ ഗുരുവായൂരപ്പനേക്കാൾ പ്രസിദ്ധി ഈ ക്ഷേത്രത്തിന് ഉണ്ടാകുമായിരുന്നു എന്ന് തന്ത്രി മുഖ്യൻ പറഞ്ഞു. പിന്നീട് ധാരാളം സ്വർണ്ണ നാണയങ്ങൾ പാത്രത്തോടുകൂടി കർത്താവ് ദക്ഷിണയായി കൊണ്ടുവന്നുവെങ്കിലും തന്ത്രികൾ അത് സ്വീകരിച്ചില്ല. നിറഞ്ഞ മനസ്സിലെ ആദ്യം നൽകിയ ദക്ഷിണ മാത്രമേ താൻ സ്വീകരിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ഏതായാലും തെക്കൻ ഗുരുവായൂർ എന്ന നാമത്തിൽ ക്ഷേത്രം പ്രസിദ്ധിയാർജിച്ചു. ചിറ്റൂരപ്പനെ തൊഴുത് ഭക്തനായ കർത്താവ് മുക്തിയടയുകയും ചെയ്തു. ചേരാനെല്ലൂർ എറണാകുളം റോഡിലാണ് ക്ഷേത്രം നിലകൊള്ളുന്നത്. മുൻപിൽ തന്നെ ഒരു അരയാളും ക്ഷേത്ര കവാടത്തിൻ്റെ തെക്ക് ഭാഗത്ത് കാളിയമർദ്ദനത്തിൻ്റെ ശില്പവും കാണാം. മതിലിനകത്ത് പ്രവേശിച്ചാൽ നീളത്തിലുള്ള ആനപ്പന്തലും സ്വർണ്ണക്കൊടിമരവും ബലിക്കൽപ്പുരയും കാണാം. അകത്ത് ചതുരാകൃതിയിലുള്ള ശ്രീകോവിലിൽ ചതുർബാഹുവായ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഗുരുവായൂരിലെ വിഗ്രഹവുമായി രൂപസാദൃശ്യവും ഈ വിഗ്രഹത്തിനുണ്ട്. പുറത്ത് തെക്ക് കിഴക്കേ മൂലയിൽ അയ്യപ്പ പ്രതിഷ്ഠയുമുണ്ട്. പ്രദക്ഷിണം വെച്ച് പടിഞ്ഞാറേ നടയിലൂടെ പുറത്തേക്കിറങ്ങിയാൽ ഹനുമാന്റെ ഒരു ക്ഷേത്രവുമുണ്ട്. വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നാഗരാജാവിൻ്റെ പ്രതിഷ്ഠയും കാണാം. ഗുരുവായൂരിലേതുപോലെ ക്ഷേത്രത്തിന് വടക്കു ഭാഗത്ത് വലിയ ക്ഷേത്രക്കുളവുമുണ്ട്. അഗ്നിഹോത്ര തീർത്ഥം എന്നാണ് ഇതിൻ്റെ പേര്. ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്കേ ഭാഗത്തായി കുളത്തിന് ചേർന്ന് വടക്ക് ദർശനമായി ഭദ്രകാളി ക്ഷേത്രവുമുണ്ട്. കണ്ടൻകുലങ്ങര ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിന് പേര്. ചിറ്റൂർ ദേശത്തെ ആദ്യ ക്ഷേത്രമായി ഇതിനെ പരിഗണിക്കുന്നു. ഗുരുവായൂരിൽ വരുന്നവർ ആദ്യം ഇടത്തെരികത്തുകാവിൽ ദർശനം നടത്തണം എന്നതുപോലെ ചിറ്റൂർ ക്ഷേത്രത്തിൽ വരുന്നവർ ആദ്യം കണ്ടംകുളങ്ങര ഭദ്രകാളിയെ ദർശനം നടത്തണം എന്നാണ് ചിറ്റം.
മാസത്തിലെ തിരുവോണത്തിന് ആറാട്ട് വരുന്ന വിധത്തിൽ 8 ദിവസത്തെ ഉത്സവമാണ് കൊണ്ടാടുന്നത്. ഗുരുവായൂരിന് സമാനമായി വൃശ്ചിക മാസത്തിലെ വെളുത്ത പക്ഷത്തിന് വരുന്ന ഏകാദശി ഇവിടെയും ആചരിച്ചു വരുന്നു. ചിറ്റൂർ ഏകാദശി എന്നാണ് ഇതിന് പറയുന്നത്. എറണാകുളം ഹൈക്കോടതിയിൽ നിന്ന് 8 കിലോമീറ്ററും വരാപ്പുഴയിൽ നിന്ന് 9 കിലോമീറ്റർ ദൂരവുമാണ് ക്ഷേത്രത്തിലേക്കുള്ളത്. 1 കിലോമീറ്റർ ദൂരത്തിൽ കൊച്ചി വാട്ടർ മെട്രോയും ലഭ്യമാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.